ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജാൻഡറ്റ് ക്രിയേഷൻസ്. അതിമനോഹരമായ ഈ ബീച്ചും പരിസരവും ചരിത്രമുറങ്ങുന്ന ഒരു മഖാമിൻ്റെ ഭാഗമാണെന്ന് നിങ്ങളിൽ എത്ര പേർക്കറിയാം? പാറപ്പള്ളി മഖാം. പാറപ്പള്ളിയിലേക്കുള്ള കൊച്ചി യാത്രയിൽ ഞാൻ പകർത്തിയ കുറച്ച് ദൃശ്യങ്ങളും പാറപ്പള്ളിയെക്കുറിച്ച് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 12 മണിയോടെയാണ് ഞങ്ങൾ യാത്ര തുടങ്ങിയത്. തിരക്കൊഴിവാക്കാൻ വേണ്ടി നമ്മൾ ചെറുതായിട്ടൊന്ന് വഴി മാറി വന്നപ്പോഴാണ് മനസ്സിലായത് വഴി തെറ്റിപ്പോയി ഗായ്സ്. ഇപ്പം നമ്മൾ പോകുന്നത് പുതിയ ഹൈവേ വരുന്ന റോഡിനാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടുന്ന് വഴിയൊക്കെ ചോദിച്ച് അങ്ങനെ കൊല്ലത്തേക്ക് പോകുന്നുണ്ട്. എന്തായാലും പോയി നോക്കാം, എവിടെയെങ്കിലും ഒന്ന് എത്തില്ലോ. അപ്പോൾ നമ്മൾ മെയിൻ റോഡൊക്കെ കണ്ടുപിടിച്ച് മെയിൻ റോഡിലെത്തി. ഇനി ഇതാ ഇവിടെ നമ്മൾ റെയിൽവേ ഗേറ്റിൻ്റെ അവിടെ കൂടി ട്രെയിൻ പോകാനുണ്ട്. കൊയിലാണ്ടി കൊല്ലത്ത് നിന്നും ഏകദേശം നമ്മൾ ഒരു 1.5 കിലോമീറ്റർ ഉള്ളോട്ട് വന്നിട്ടാണ് പാറപ്പള്ളി. 1.5 കിലോമീറ്റർ നമുക്ക് ദൂരമുണ്ട്. അപ്പം നമ്മളിവിടെ എത്തി. ഇനി വണ്ടി പാർക്ക് ചെയ്ത് നമുക്ക് പള്ളിയിലേക്ക് കയറണം. ഇപ്പം ഞാൻ ഇതുവരെ പാറപ്പള്ളി വന്നിട്ടില്ല. എല്ലാവരും ഇങ്ങനെ പാറപ്പള്ളി പോയ കാര്യങ്ങൾ പറയുന്നത് കേൾക്കുക എന്നല്ലാണ്ട് എനിക്കും ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ എന്തായാലും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതാണ് നമ്മുടെ പാറപ്പള്ളി. ഒരുപാട് ഔലിയാക്കളുടെ മക്ബറകളുള്ള സ്ഥലമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ എൻട്രൻസ്. ഇതിലാണ് നമ്മൾ ഉള്ളോട്ട് കയറുക. അപ്പോൾ ഉള്ളോട്ട് കയറുന്ന വഴി കൂടെ അല്ല തിരിച്ച് വരിക എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയില്ല, എന്തായാലും ഉള്ളിൽ കയറിയാലേ ഇപ്പോൾ ഇതിലേ വരാൻ പറ്റുന്നുള്ളതിനെ പറ്റി പറയാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ പള്ളിയുടെ മുകളിലെത്തി. ഇവിടെയാണ് നമ്മുടെ ആദിനബിയുടെ കാൽപാദമുള്ള സ്ഥലം. അതാ കണ്ടോ, ആ ചില്ലിട്ട് വെച്ചില്ലേ, അവിടെയാണ് ശരിക്കും അത്. നമുക്ക് അങ്ങോട്ട് അടുത്തോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് അത് അത്രേ ക്ലിയർ ആവുന്നുള്ളൂ. അതപ്പോൾ ഇനി നമ്മൾ ഈ കാട്ടിൽ കൂടെയാണ് സിയാറത്തിന് വേണ്ടി പോകുന്നത്. കാടല്ല, ഖബർസ്ഥാനുകളാണ്. ഒരുപാട് ഖബറുകളുണ്ട് വഴിയുടെ 2 സൈഡിലുമായിട്ട്. അപ്പം ഈ വഴിയുടെ ഉള്ളിൽ കൂടെ കുറച്ച് നടന്നിട്ട് അതാ ദൂരെ കാണുന്ന അവിടെയാണ് നമുക്ക് സിയാറത്ത് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ അവിടെ കയറി സിയാറത്ത് ചെയ്തിട്ട് ഇനി നമുക്കൊരുപാട് മക്ബറകൾ കാണാനുണ്ട്. ഇതിപ്പോൾ നമ്മൾ സിയാറത്ത് കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ ആദ്യം കാണുന്ന മക്ബറ ഇതാണ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറത്തേക്ക് ഇനിയും ഒരുപാട് ഖബറുകളും ഇതുപോലെ ജാറങ്ങൾ തന്നെ പൊന്തിയ ഇത് നമുക്ക് സെപ്പറേറ്റ് അവരൊരു റൂം പോലെ കെട്ടി, അതാ കണ്ടോ, ആ റൂം പോലെ കെട്ടി അതിൻ്റെ ഉള്ളിലൊക്കെ ജാറങ്ങളാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ജാറങ്ങളുള്ള ഒരു പള്ളിയിൽ വരുന്നത്. സാധാരണ നമ്മൾ പോകുന്ന പള്ളികളിൽ ഇങ്ങനെ നമ്മൾ കാണാറില്ല. പിന്നെ ഇതാണ് ഹിദർ അലൈഹി ഇസ്ലാമിൻ്റെ പള്ളി. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് പോവാണ്. ഇനി ഇതിലാണ് നമ്മൾ തിരിച്ചിറങ്ങുന്നത്. ഇതിലെ തിരിച്ചിറങ്ങി നമ്മൾ ബീച്ച് സൈഡിൽ കൂടെ പോയി പള്ളിയുടെ മുന്നിലേക്ക് തന്നെ എത്തും. അപ്പോൾ ഇവിടെയും കല്ലിൻ്റെ ഇടുക്കിലൊക്കെ ആയിട്ട് പാറക്കല്ലിൻ്റെ ഉള്ളിലൊക്കെ ജാറങ്ങളുണ്ടെന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പം നമുക്ക് നോക്കാം ഇവിടെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ. പിന്നെ ഇവിടെ നമുക്കൊരു കിണറുണ്ട്. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കടൽ വെള്ളം തന്നെയാണ് അവിടെ കിണറിൽ വരുന്നത്. പക്ഷെ അതിന് ഉപ്പുരസം ഉണ്ടാവില്ല. അപ്പം അങ്ങനെ പറഞ്ഞു. അപ്പം നമുക്ക് ആ വെള്ളം അവിടെ നിന്ന് എടുക്കണം. അത് നമ്മൾ പാത്രമൊക്കെ ആയിട്ടാണ് വന്നത്. പിന്നെ ഇവിടെ കടലൊക്കെ കണ്ട് അവിടെ ജാറൊക്കെ നോക്കി നമ്മളങ്ങനെ പോവാണ്.
ജാറം പൊന്തിയത്. അപ്പോൾ പാറക്കെട്ടുണ്ടായിട്ട് അവരത് കെട്ടാണ്ട് അങ്ങനെ ഒരു പച്ചത്തുണിയൊക്കെ വിരിച്ചിട്ടതാണ്. അങ്ങനെ ഇനി ഞങ്ങൾ പള്ളിയുടെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇനി ഭക്ഷണം കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോവുക. ഭക്ഷണമൊക്കെ ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഭക്ഷണം കഴിക്കുക, വീട്ടിൽ പോവുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.